ഹലോ ഗായ്സ്, ഇതേ നമ്മളിന്ന് കാഴ്ചേരി വെടിക്കെട്ട് കാണാൻ പോവാ കേട്ടോ. ഇതേ എല്ലാം സെറ്റായി നിൽക്കുക, ഇനി പോയാൽ മതി. സോ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ പോയി നോക്കാം. ഓക്കെ, ബൈ. അപ്പം ഞങ്ങളിത് കാവശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ കഴനി ദേശത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ നടക്കുന്ന ഭാഗത്താട്ട ഫിനിഷിങ് ഒക്കെ നമുക്ക് അടുത്ത് തന്നെയാണ്. അതുപോലെ തന്നെ വെടിക്കെട്ട് തൊട്ടടുത്തോടെയാട്ടോ പോകുന്നത്. ഇതിപ്പോൾ കണ്ടില്ല, അവരിവിടെ വഴിമരുന്നിട്ട് ഡൈന നിറച്ചിട്ട് പോകുന്ന വഴിയാണ് ഇപ്പോൾ അത്. നമുക്കിത് കാണാം കേട്ടോ. അവിടെ ആ അറ്റത്താണ് നമ്മുടെ ഫിനിഷിങ്. അത്രയും ഓപ്പണായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ലെങ്ത്തിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഗംഭീരമായിട്ടുണ്ട്. അവരൊരു ഫിനിഷിങ്ങിലേക്കുള്ള ലൈനപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോട്ടാ. ഒന്നാമത്തെ ദേശം എന്ന് പറയുന്നത് വാവുള്ളിയാപുരം ദേശമാണ്. പിന്നെ രണ്ടാമത്തെ ദേശമാണ് കഴനി ദേശം. അത് കഴിഞ്ഞിട്ട് പിന്നെ കാവശ്ശേരി വരുന്നുണ്ട്, പിന്നെ SNDP വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ലാകുടിച്ച് 3 വെടിക്കെട്ടാണ് കണ്ടേക്കണേ. നമ്മുടെ വാവുള്ളിയാപുരം ദേശത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ മുന്നോടിയായിട്ട് കത്തന വെടിക്കെട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് സിഗ്നൽ പോലെയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് തിരുവോളത്തുട്ടാ ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് വെടിക്കെട്ടിൻ്റെ സ്റ്റാർട്ട്. ഗംഭീര കൊഴുപ്പോട് കൂടിയിട്ടുള്ള കത്തന വെടിക്കെട്ട് പൊട്ടിക്കുന്ന കേട്ടോ. ഇപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ കഴനി ദേശത്തിൻ്റെ ഈടുകൾ ഇങ്ങോട്ട് ഇറക്കി വയ്ക്കാട്ടാ, വലിയ ഈട്. അങ്ങനെ കാവശ്ശേരി വെടിക്കെട്ടിന് തോട്ടക്കെട്ടു കേട്ടോ. നമ്മുടെ വാവുള്ളിയാപുരത്തിൻ്റെ ഡൈനെ തന്നെ ഫസ്റ്റ് തന്നെ 3 എണ്ണം പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് കാണാം വീഡിയോസിൽ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഇടയ്ക്ക് വിട്ടിട്ട് അവിടെ പിടിച്ച് പോകണം, കാരണം നല്ല ലെങ്ത് ഉണ്ട്. പിന്നെ ഒന്നാമത് അതിനപ്പുറത്തേക്ക് നല്ല ലോങ്ങുമാണ്. വാവുള്ളിയാപുരം അപ്പുറത്ത് കുറച്ച് ദൂരെയാണ്. നമ്മൾ മെയിനായിട്ട് കഴനി ദേശത്തിൻ്റെയാണ് നമ്മൾ ഉദ്ദേശിച്ച് നോക്കണം വെടിക്കെട്ട്. അതുപോലെ തന്നെ കാവശ്ശേരിയുടെയും. കഴനി ദേശത്തിന് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പ്രാവശ്യം പറഞ്ഞോണം 1 കോടിയുടെ മേലേക്ക് വരുന്ന കരിമരുന്നാണ് പ്രാവശ്യം ഇറക്കി വയ്ക്കുന്നതാണ് പറഞ്ഞു നോക്കുന്നത്. അപ്പം നമുക്ക് പിന്നെ മെയിൻലി പ്രയോറിറ്റി എങ്ങനെ പോയാലും കഴിഞ്ഞിക്കല്ലേ. വാവുള്ളിയാപുരം മോശം എന്നല്ലാട്ടോ പറയണേ, നമുക്ക് ഇത്ര ദൂരമായിരുന്നു നമുക്ക് എഫക്റ്റ് കിട്ടാത്തതാവട്ടോ. അത്രയും അടിപൊളിയായിട്ട് തന്നെ വാവുള്ളിയാപുരം നല്ല രീതിയിൽ പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഡേ തുടക്കം വെച്ചോണ തന്നെ നല്ല രീതിയിലാണ്. ഇനിയിപ്പോൾ ദേ നമുക്ക് ഫിനിഷിംഗ് ഒക്കെ നമുക്ക് നോക്കാം. ഒത്തിരി ദൂരമായതുകൊണ്ടും അതുപോലെ തന്നെ ഫിനിഷിങ് പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് പിടിച്ചത്. അത്രയും മോശം നല്ലായിരുന്നു കേട്ടോ കിട്ടിയത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വെടിക്കെട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം കൊണ്ടുപോയിട്ട് അവർ പിരിയാൻ വിട്ടു വെച്ചിട്ട് ആ പരിപാടി അങ്ങോട്ട് നിർത്തി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴനി ദേശത്തിൻ്റെ വഴി മരുന്നിട്ടല്ലേ പരിപാടി തുടങ്ങിയിട്ടാണ്. കാരണം അതിനപ്പുറത്ത് സ്പാർക്ക് വേണ്ടിയിട്ട് ഇവിടെ കത്തരുതല്ലോ. അതുകൊണ്ട് അതിപ്പോൾ വെടിക്കെട്ട് പൊട്ടിയതിന് ശേഷം മാത്രമേ വഴി മരുന്നുള്ളൂ. ഇപ്പോൾ ഫിനിഷിങ് സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെയാണ് വഴി മരുന്ന് ഇടാനുള്ളത്. കുറച്ചും കൂടി അത് ഇടുന്നുണ്ട്. അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നത്. അവിടെ ഇവിടുത്തെ ഒരു വിധത്തിൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആൾക്കാർ കമ്മിറ്റിക്കാർ മാത്രം വട്ടം നിൽക്കുന്നതാണ്. പിന്നെ ചെക്കിംഗ് കമ്മിറ്റി മാത്രമാണുള്ളത്. അങ്ങനെ കാവശ്ശേരി പൂരത്തിൻ്റെ ഭാഗമുള്ള കഴനി ദേശത്തിൻ്റെ ഉച്ചയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേ വലിയ ടൈനെ പൊട്ടിച്ചിട്ട് തന്നെ തുടങ്ങിയാണ് കേട്ടോ. ഗംഭീര സാധനം. നമ്മളിരുന്നിരുന്ന ഭാഗത്ത് മുമ്പിലുണ്ടായിരുന്ന വെടിക്കെട്ട് പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ പാടത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ എല്ലാവരും പാടത്തേക്ക് ഇറങ്ങിയിട്ട് നിൽക്കണമായിരുന്നു. അപ്പോൾ പാടം അങ്ങനെ തന്നെ തീ പിടിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. നോക്കിയാൽ നമുക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും. ഒരു വിധത്തിൽ ഇതേ ഇപ്പോൾ ഞാനും ശീക്കും ഇങ്ങനെ കടന്നപ്പോൾ വെടിക്കെട്ടൊക്കെ പൊട്ടുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഞങ്ങളിങ്ങനെ വീഡിയോ പിടിച്ചപ്പോൾ ക്യാമറ മാറിപ്പോയി, അതിൻ്റെ ഇടയിൽ പെട്ടും പോവുകയും ചെയ്തു. തീൻ്റെ ഇട്ടയിലാണ് നിൽക്കുന്നത് ഞങ്ങൾ കേട്ടാ.
വെടിക്കെട്ട് തൊട്ടടുത്ത് നിന്ന് കാണാനുള്ള ആവശ്യത്തിൽ ഞാൻ ഇപ്പോൾ വെടിക്കെട്ട് പൊട്ടിയ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ചാടിയൊക്കെ കിടന്നിട്ടാണ് ഞാൻ പോണേ. അതിലിപ്പോൾ ഫ്രണ്ട് ക്യാമറ എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, പക്ഷേ റെക്കോർഡിങ് ഫുൾ തന്നെയാണ്. ഞാൻ നോക്കുന്നുണ്ട്, കാരണം ഇത്ര ഉച്ച വെയിലായതുകൊണ്ട് ഒന്നും സ്ക്രീനിലൊന്നും കാണാനില്ല. എത്ര ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ഇട്ടാലും കാണുന്നില്ല എന്നുള്ള സ്കീമിലായിരുന്നു നിന്നിരുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു കമ്മിറ്റിക്കാരൻ വന്നിട്ട് നമ്മുടെ ശ്രീകുന് തടഞ്ഞു വിട്ടാൽ. അപ്പം ഞാൻ പോയിട്ട് വിളിച്ചുകൊണ്ടിരുന്ന ഭാഗമൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് വാന്നു പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരുന്നുണ്ട്. പക്ഷേ ആ കമ്മിറ്റിക്കാരൻ വിടുന്നില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞ് കടത്തിയാളെ. കടത്തിയതിന് ശേഷം എന്താ ഇപ്പം ഞങ്ങൾ വെടിക്കെട്ടിൻ്റെ ഏറ്റവും മുമ്പിൽ പോയി നിന്ന് കാണാനുള്ള പരിപാടിയാട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം വീഡിയോയിൽ എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ മോനെ ഇജ്ജാതി ഫീൽ എന്ന് പറഞ്ഞാൽ ഇജ്ജാതി ഫീലാണ്. ആ വെടിക്കെട്ടുണ്ടല്ലോ, അത് അടുത്ത് നിന്ന് കാണുമ്പോഴുള്ളൊരു ഫീല്, ഓ അതൊരു ബ്ലെസ്സിങ് എന്നാന്ന് പറയാം. ഇതിപ്പോൾ ആ കാവശ്ശേരി ഇത്രയും വലിയൊരു വെടിക്കെട്ട് തൊട്ടടുത്ത് നിന്ന് കാണാനും അവൾക്കും ഭാഗ്യമുണ്ടെങ്കിൽ എനിക്കും ഭാഗ്യമുണ്ടായി. അത്രയും ഒരു പവർഫുള്ളായിട്ടുള്ളൊരു വെടിക്കെട്ടാണ് കേട്ടത്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം വെടിക്കെട്ടിൻ്റെ പവർ എന്താണെന്ന് പറയുന്നത്. എൻ്റെ മുഖത്തേക്ക് എന്നെ വെളിച്ച് മടിക്കുന്നുണ്ട് നല്ല രീതിയിൽ. വെടിക്കെട്ടിൻ്റെ അത്രയും പവറും അതുപോലെ തന്നെ മുടി അനങ്ങുന്നത് ഈ വെടിക്കെട്ടിൻ്റെ അത്രയും ഫോഴ്സ്ഫുള്ളായിട്ടുള്ള ഒരു ഇത് കാരണം കൊണ്ടാട്ടെ. ഞാൻ ഇപ്പോൾ ക്യാമറ തിരിക്കാം, ജസ്റ്റ് എന്നിട്ട് കാണിച്ചു തരാം വെടിക്കെട്ട് എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ ഇടയിൽ തൊട്ട് മുന്നിൽ ഒരു ഈട് വന്ന് പൊട്ടിയിട്ടാ. അയ്യോ, വിത്ത് പെർമിഷൻ 10 മിനിറ്റ് കൊണ്ട് കൂടിയുള്ള സ്ഫോടനം നടത്തിയിട്ടവർ. ക്രൗഡാണ് ഫുള്ള്. അടുത്ത് നമ്മുടെ സ്വന്തം കാവശ്ശേരിയുടെ വെടിക്കെട്ടാ. അത് കാണാനായിട്ട് 1.5 കിലോമീറ്റർ നടക്കാണ്ടിട്ടാ. കാവശ്ശേരി ദേശത്തിൻ്റെ വെടിക്കെട്ട് കാണാൻ നട്ടന്നു പടളകിട്ട് 1.5 കിലോമീറ്റർ നടന്നിട്ടാ വരണട്ടാ. അതിപ്പോൾ ദൈവം വന്നിട്ടൊന്ന് ഇരുന്നുള്ളൂ കേട്ടോ. അതിനൊരു 5 മിനിറ്റിന് ശേഷം ദൈവം പൊട്ടിച്ചുടങ്ങിട്ടോ. എന്തിട്ട് പൊട്ടിക്കണേ, ഇവർക്ക് എന്താ പ്രാന്തായെന്ന് തോന്നിപ്പോവും. അതുപോലത്തെ പൊട്ടിക്കല് ഫസ്റ്റ് ഒരു 3 എണ്ണം. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് പൊട്ടി നീങ്ങിയപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് നീങ്ങി തുടങ്ങിയിട്ടാണ്. അപ്പോൾ അതൊക്കെ നടന്നു തുടങ്ങി വെടിക്കെട്ട് നല്ല രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ കുറച്ചങ്ങോട്ട് നടന്നു തുടങ്ങി. അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് നല്ലോണം നീങ്ങിപ്പോയിട്ടാണ്. കാരണം
കുറേ ലെങ്ത് ഉണ്ട് വെടിക്കെട്ടിന്. ഒരു 7-8 മിനിറ്റിനുള്ള വെടിക്കെട്ടുണ്ട് കേട്ടോ ഏകദേശം കേട്ടോ. അത്രയും ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ടിൻ്റെ ഫിനിഷിങ്ങിലേക്കുള്ള ആരംഭമായിട്ട് ഇവിടെ തൊട്ട് തുടങ്ങണേ. ഇവിടെ തൊട്ട് 3-4 വരി തൊട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഗംഭീര പവറോട് കൂടിയുള്ള സംഭവം. ഒന്ന് ഹെഡ്സെറ്റ് വെച്ച് കേട്ടോക്കണം കേട്ടോ നിങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം പോച്ച്, ചെവി എല്ലാം പോച്ച്. വെൽക്കം. മടുത്തു ഗായ്സ്, മടുത്തു. വെടിക്കെട്ട് കണ്ട് മടുത്തു. ദേ കണ്ടില്ലേ, നത്തിന്റെ പോലെ ഇരിക്കുന്ന കണ്ടില്ലേ? ഇതിനെ കൊണ്ടുപോയി ഞാനൊന്ന് പട്ടിയാവും. അതുകൊണ്ട് തിരിച്ചു പോവുകയാണ്. ഇതേ കണ്ടി നല്ല വെയില. പക്ഷെ ചൂടില്ലടാ. കാലത്തൊക്കെ ഭയങ്കര ചൂടായിരുന്നു. വേർത്ത് പിണ്ടായി നിൽക്കായിരുന്നു. രക്ഷയില്ലേ. അടിപൊളിയായിരുന്നു കേട്ടോ. വെടിക്കെട്ടൊക്കെ ഗംഭീരമായിട്ട് ഇടാനും. അതില് മെയിൻലി പറയാനുള്ളത് കഴനി ദേശത്തിന്റെയും അതുപോലെ തന്നെ കാവശ്ശേരി ദേശത്തിന്റെയും. കാവശ്ശേരി നിർത്തി കത്തിച്ചു. കാവശ്ശേരി നിർത്തി പൊരിച്ച് പറയാം. കഴനി ദേശം ഒന്നും അല്ലാണ്ടുള്ള രീതിയിലാക്കിയിട്ട് കാവശ്ശേരിയുടെ 7-7.5 മിനിറ്റ് ഉണ്ടായിരുന്നു. ഏതാ ഓൾറെഡി ചെവിയിൽ അടിച്ചു പോണ രീതിക്കാക്കി. ചെവി പൊത്താത്ത ഇവള് സാധാരണ എല്ലാ സെഗ്മെന്റിലും ചെവി പൊത്തുന്ന ആളാണ്. പക്ഷെ ചെവി മഹാകാലിന് പോയിട്ട് ഫിനിഷിങ്ങിന് നല്ല കൂളായിട്ടിരുന്ന് അത് മൊത്തം ഞാൻ പക്ഷെ ഇപ്രാവശ്യം കാവശ്ശേരിയുടെ ദിനത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു നിന്നത്. ഫിനിഷിങ്ങിന്റെ തുടക്കത്തിലെ തന്നെ അവള് ചെവി പൊത്തി. അത്രത്തോളം നമുക്ക് പവറായിരുന്നു, ഇമ്പാക്റ്റ് ആയിരുന്നു. വീഡിയോ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത്രയധികം എഫിഷ്യന്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള വെടിക്കെട്ട് തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് വീട്ടിലെത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ബൈ. ഞങ്ങളിതിപ്പോൾ തിരിച്ചു പോരുന്ന വഴിക്കാണ്. ഏകദേശം ഒരു 6:15-6 മണി ആ സമയത്തായിട്ടുണ്ട് കേട്ടോ. നമ്മൾ തുരങ്കം കണ്ടപ്പോൾ തുരങ്കത്തിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ്. ചുമ്മാ ഒരു ഭംഗിക്ക് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി അല്ലേ ഈ സംഭവം തൃശ്ശൂർകാരുടെ. അപ്പം അതുകൊണ്ട് എടുത്തു വെച്ചെന്ന് മാത്രമല്ല കേട്ടോ. തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. പട്ടിക്കാട് ഭാഗം കഴിഞ്ഞപ്പോൾ നമ്മളിത് ഈ ഒരു വ്യൂ കണ്ടിട്ടാ. എങ്ങനെയുണ്ട് വ്യൂ എന്നൊന്ന് പറഞ്ഞേക്കണേ. എന്തുട്ടാ വ്യൂ. ആ വ്യൂ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്നുപോയി. അതിൻ്റെ ഒരു സൺസെറ്റ് വ്യൂ ഉണ്ടല്ലോ, എന്താ രസം എന്നറിയൂ. അയ്യവാ. അപ്പം ഞങ്ങളത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അവൾക്ക് തീരെ വയ്യായിരുന്നു. ഇതിനെയാണ് നിന്നിട്ട് ആകെ വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ പോന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.